കൂടത്തായി റോയി തോമസ് വധക്കേസിൽ നിർണായകമായ സൈബർ തെളിവുകൾ ഇന്ന് കോടതിയിൽ. വിവിധ ടെലിഫോൺ ഓപ്പറേറ്റർമാരുടെ നോഡൽ ഓഫീസർമാരെ ഇന്ന് വിസ്തരിക്കും. മാറാട് പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വിശദവിവരങ്ങളുമായി ദീപക് ധർമ്മടൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, ഈ ടെലിഫോൺ ഓപ്പറേറ്റർമാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെ ഈ വിസ്തരിക്കുന്നതിലൂടെ പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്ന എന്തൊക്കെ കാര്യങ്ങൾ തെളിയിക്കാനാണ്, വാദിക്കാനാണ്? ഗൂഗിൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോളി കേസ് തേഞ്ഞുമാഞ്ഞു പോയൊരു കേസ് സൈബർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജോളിയുടെ ടെലിഫോൺ, അതുപോലെ തന്നെ മാത്യുവും അതുപോലെ മനോജ്, ഇത്രയും പേർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, അവരുടെ ടവർ ലൊക്കേഷൻ തുടങ്ങിയവ. മാത്രവുമല്ല NIT-യിൽ ജോലിയുണ്ട് എന്ന് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ജോളിയുടെ എല്ലാ ഓപ്പറേഷനും. പക്ഷേ ഇതെല്ലാം തെളിയുന്നത് ഈ സൈബർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലാണ്. അത് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന മാറാട് പ്രത്യേക കോടതിയിൽ ഈ സൈബർ തെളിവുകൾ വെച്ചുകൊണ്ട് ഇന്ന് വിചാരണ നടക്കുന്നത്. അതിൽ BSNL-ൻ്റെയും അതുപോലെ മറ്റ് ഓപ്പറേറ്റർമാരുടെയും നോഡൽ ഓഫീസർമാർ, ലീഗൽ നോഡൽ ഓഫീസർമാരുടെ വിചാരണയാണ് നടക്കുക. കാരണം അവരുടെ രേഖകളാണ്, അവരുടെ ടവർ ലൊക്കേഷനുകളാണ്, CDR-കളാണ് എന്നുള്ള തെളിവുകൾ, അതുപോലെ തന്നെ അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട സാധനങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിരുന്നു. അത് വിചാരണ ചെയ്തുകൊണ്ട് അതിൽ തെളിവുകൾക്ക് കോടതിയിൽ തന്നെ അതിന് നിയമപരമായ പ്രാബല്യം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ നടപടിക്രമം. ഇത് കേസിൻ്റെ വിചാരണയുടെ ഭാഗമായുള്ള സ്വാഭാവിക നടപടിയാണ്. പക്ഷേ എന്നാൽ ഈ കേസിൽ സൈബർ തെളിവുകൾ നിർണായകമാണ് എന്നുള്ളതാണ് ഘടകം. ഇതിൽ ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. കൂടത്തെ കൊലപാതക പരമ്പരയിലെ റോയ് തോമസ് കൊലക്കേസിലാണ് ഇപ്പോൾ വിചാരണ പുരോഗമിക്കുന്നത്. നിർണായകമായ വിസ്താരമാണ് ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.